ദ വൈറൽ മറിയബാസ് ചീസ് കേക്ക് അങ്ങനെ ട്രെൻഡൊക്കെ കഴിഞ്ഞു. എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടി നമുക്ക് മൈദപ്പൊടി അരച്ചെടുക്കാം, ഉപ്പിടാം, അങ്ങനെ അതൊക്കെ മിക്സാക്കി സൈഡിലോട്ട് വെക്കാം. പിന്നെ നമുക്ക് എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ രണ്ടിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എഗ് യോക്കിലോട്ട് നമുക്ക് ഓയിലും പിന്നെ അതുപോലെ പാലും വനില എസൻസും പിഞ്ച് ഓഫ് സാൾട്ട് ഇട്ട് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിലോട്ട് ലേശം വിനാഗർ ഒഴിച്ച് പിന്നെ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാരയും ചേർത്ത് അത് നല്ലോണം ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് എഗ് വൈറ്റിന് എഗ് യോക്കിലോട്ട് നമുക്ക് ഇത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ആ പാർട്ട് എഗ് വൈറ്റിലോട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ എന്തെല്ലാം പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് പാത്രത്തിലിട്ട് മാറ്റി നമുക്ക് ഓവനിലോട്ട് വെക്കാം. ഓവനിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് റെഡി ആയി കഴിഞ്ഞവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ അടിയത്തെ ട്രേയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് നല്ല സ്നോ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ് റെഡിയാക്കാം. ബട്ടറും മിൽക്ക് മേഡും പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് അതുപോലെ ലിറ്റിൽ ബിറ്റ് ഓഫ് സാൾട്ട് ഇട്ടുകൊണ്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്താണ്ട് പതപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ പതപ്പിച്ചെടുക്കണം കേട്ടോ. ഇതുവരെ എല്ലാം റെഡി ആയിരുന്നു. ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. ഈ കട്ട് ചെയ്യുന്നതിൽ നമ്മളൊരു വില്ലാളിയല്ല, അതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് പീസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കിട്ടുണ്ട്. നമുക്ക് ക്രീമായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ള രീതിക്ക് നമ്മൾ ക്രീമണ്ട് തേച്ച് ഉള്ളിൽ കുറച്ച് ചീസും ഇട്ട് നെക്സ്റ്റ് അടുത്ത പകുതി വെച്ച് ബാക്കി ക്രീം അതിൻ്റെ മേലെയും തേച്ച് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നല്ലോണം ക്രീമൊക്കെ തേച്ച് ഫിനിഷ് ആക്കിയിട്ട് മേലെയും നല്ല ചീസിലാണ്ട് പുതപ്പിക്കാം. നല്ല ചീസിൽ പുതപ്പിച്ച് നെക്സ്റ്റ് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്താണ്ട് കഴിക്കാം. എങ്ങനെയുണ്ട് മറിയബാസ് ചീസ് കേക്ക്? വൈറലായി ഔട്ടായിട്ടുണ്ട് ഇപ്പം, എന്നാലും നമുക്ക് കൊതി വന്നാൽ കഴിക്കണ്ടേ. അങ്ങനെ കഴിച്ച് എല്ലാവരും കഴിച്ച് പിന്നെ പിറ്റേ ദിവസം ബാക്കിയുള്ളതാട്ടോ അത്. അതിലോട്ട് നല്ല മിൽക്ക് സോസ് ഒഴിച്ച് കണ്ട് ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ മക്കളെ അടിപൊളിയേനു. എന്തായാലും ട്രൈ ആക്കണം. അപ്പം തന്നെ തീർന്നിക്കണേ. ഏതായാലും ട്രെൻഡ് ഔട്ടാണ് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൈ ആക്കാതെ നിൽക്കരുത് കേട്ടോ. ഓക്കെ.